ഹായ്. ഹലോ. ഹായ്. ഹലോ. എല്ലാവർക്കും എൻ്റെ വോയിസ് കേൾക്കാമോ? ക്ലിയർ ആണോ? അതെ. ഓക്കെ, സൂപ്പർ. ആദ്യമായിട്ട് ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ അതോ മൾട്ടിപ്പിൾ മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാരാണോ? ഇത് ഫസ്റ്റ് ടൈം ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, എല്ലാവരും എനിക്ക് തോന്നുന്നു. യെസ്. ഫാത്തിമ പറഞ്ഞോളൂ. ഫാത്തിമ എന്തെങ്കിലും പറയാൻ വന്നതാണോ? സർ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? യെസ് യെസ് യെസ്, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ. ആൾക്കാർ ഓക്കെ. ഫസ്റ്റ് ടൈം ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ. ആദ്യത്തിന് പ്രശ്നമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ആദ്യത്തിൻ്റെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്ത ദിവസങ്ങളിൽ മൈക്കൊക്കെ പ്രോപ്പറായിട്ട് കണക്ട് ആവുന്ന ഡിവൈസുകൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. കാര്യം നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഞാൻ ഈ ക്ലാസ് ജസ്റ്റ് നമ്മൾ സംസാരിക്കുന്ന പോയിൻറ്റ്സിൽ എന്തെങ്കിലും ക്ലാരിറ്റി, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഹാൻഡ് റൈസ് ചെയ്യാനായിട്ട് അതിനു മുമ്പ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് ചില അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടേതായ ആഡ് അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ക്യാമ്പയിൻസും അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ അതേപോലെ നമുക്ക് വേണ്ട ടൂൾസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി സ്ക്രീൻ ഷെയർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മുടെ ലാപ്പിലാണ് കയറിയേക്കുന്നതെങ്കിൽ ക്യാമറയുടെ തൊട്ടപ്പുറത്ത് ഷെയർ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു അപ്പാരോ ഉള്ളൊരു ചെറിയൊരു ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് മേളിൽ നിന്ന് താഴേക്കൊരു ഇത് വരും, ഒരു പോപ്പപ്പ് വരും. അതിനകത്ത് എൻ്റയർ സ്ക്രീൻ കൊടുത്ത് നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എൻ്റെ സ്ക്രീനൊന്ന് നോക്കിക്കോ. ഇങ്ങനെ ഇവിടെ ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രസൻറ്റ് സ്ക്രീൻ കൊടുക്കുക. ദെൻ ഇങ്ങനൊരു പോപ്പപ്പ് വരും. അവിടെ എൻ്റയർ സ്ക്രീൻ കൊടുത്ത് നമ്മുടെ സ്ക്രീൻ കൊടുത്ത് ഇവിടെ നിന്ന് ഷെയർ കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് സ്ക്രീനുകൾ കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. ഞാൻ എന്തെങ്കിലും ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട് എങ്കിൽ ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യുക. ഈ ഹാൻഡ് റൈസ് സിഗ്നൽ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും ജസ്റ്റ് വൺസ് നിങ്ങളത് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ഫിനിഷായി കഴിഞ്ഞ് നിങ്ങൾ ഓരോരുത്തരിലേക്കും ഹാൻഡ് റൈസ് ചെയ്യുന്ന ആൾക്കാരുടെ ക്വറീസ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ് സംസാരിക്കുന്നുണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും ബാക്കിയുള്ളവർ. നമ്മൾ കുറേ ആൾക്കാരുള്ളതല്ലേ. പിന്നെ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിന് മുമ്പ് മെറ്റ ആഡ് ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? മെറ്റ ക്യാമ്പയിൻസ് കാര്യം നമുക്ക് പറഞ്ഞോളൂ. ആരെങ്കിലും പറയാൻ വന്നാണെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, കുറച്ചുകൂടി ഒരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് ക്ലാസ് പോയി കഴിഞ്ഞാൽ നല്ലതാണ്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ ഞാൻ പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാര്യം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും ബാക്കിയുള്ളവർക്കൊരു എന്താ പറയുക, അവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ളൊരു പ്രചോദനം. അതുകൊണ്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ പറയാം. നമുക്കൊരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത നിഖിൽ ഒക്കെ കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരാണ് അല്ലേ. നമ്മൾ ഫസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് മാർക്കറ്റിംഗ് എന്താണ് എന്നറിയുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും മാർക്കറ്റിങ്ങും തമ്മിൽ അതായത് ഒരു കണക്ഷൻസ് ആണ് ഉള്ളത്. അതായത് നമുക്ക് എപ്പോഴും ഒരു ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടൂൾസ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ആസ്പെക്റ്റുകൾ ഉണ്ടെങ്കിലേ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കുറച്ചുകൂടി എൻഗേജ്ഡ് ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, എങ്ങനെ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണം അല്ലെങ്കിൽ ഏതാണ് നമ്മളുടെ ഓഡിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി മാർക്കറ്റിംഗ്. അതായത് നമ്മളൊരു കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂസാണ്. നമ്മളുടെ കസ്റ്റമേഴ്സിനോട് വാല്യൂസ് കൊടുക്കുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോട് നമ്മളുടെ
വാല്യൂസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി നമ്മുടെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ പർപ്പസ്. ഒരു ഗോൾ വെച്ചിട്ട് ആ ഗോളിലേക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ നമ്മളുടെ ഗോളെന്ന് പറയുന്നത് എൻ്റെ ഇ കോമേഴ്സ് എൻ്റെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് അവെയർ ചെയ്യലായിരിക്കാം. അപ്പോൾ എന്താണോ ആ ഗോൾ, ആ ഗോളിന് വേണ്ടിയിട്ടുള്ള വർക്കിംഗ് അല്ലെങ്കിൽ ആ ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കേസിലും അത് തന്നെയാണ്. നമുക്ക് ഡിജിറ്റൽ ടൂൾസ് വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് മെയിൻലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അതിന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കുറേ അധികം ടൂൾസ് ഉണ്ട്. ഇപ്പം മെറ്റ ആഡ്സ് ഉണ്ട്, അതേപോലെ ഗൂഗിൾ ആഡ്സ് ഉണ്ട്, വാട്സപ്പ് ഓട്ടോമേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് ക്യാമ്പയിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പിൻ്റെ ഉണ്ട്, ഇമെയിൽ മാർക്കറ്റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബ് ക്യാമ്പയിൻസ്, ഡിസ്പ്ലേ ക്യാമ്പയിൻസ്, അല്ലെങ്കിൽ അങ്ങനെ കുറേ അധികം ടൂൾസുകളുണ്ട്. നമ്മളുടെ പ്രൊഡക്റ്റ് എവിടെ എന്ത് ടൂൾ വെച്ചിട്ട് സെല്ല് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യും. ആ ടൂളിലേക്ക് അല്ലെങ്കിൽ ആ ടൂൾ യൂസ് ചെയ്ത് മാക്സിമൈസ് നമ്മളുടെ റിസൾട്ടുകൾ അല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് മാക്സിമം റിട്ടേൺ കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിൻലി നോക്കുന്നത്. നമ്മൾ ഈ കോഴ്സിൽ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവിൽ ആണ് നമ്മളുടെ കോഴ്സ് ട്രാവൽ ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക, ഓർഗാനിക്കായിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ട് നിങ്ങൾക്ക് സെയിൽസ് കൊണ്ടുവരുന്നതിൽ നല്ലത് നിങ്ങളൊരു ക്യാമ്പയിൻസ് റൺ ചെയ്ത് എന്തൊക്കെ മെട്രിക്സുകൾ അനലൈസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് അനലൈസ് ചെയ്താൽ നമുക്ക് റിസൾട്ട് വരിക, അങ്ങനെയുള്ള പോയിൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ എങ്ങനെ ഒരു സക്സസ്ഫുൾ ക്യാമ്പയിൻസ് റണ്ണാക്കാം എന്നുള്ള പോയിന്റുകളാണ് നമ്മൾ മെയിൻലി ടച്ച് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഈ മാർക്കറ്റിങ്ങിൻ്റെ കേസിൽ എപ്പോഴും പറയാറുള്ള കേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു നമ്മുടെ ഓഡിയൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രൈം തിങ് എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആർക്കാണ് നമ്മൾ ക്യാമ്പയിൻസ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് റൺ ചെയ്യുന്നത് എന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. നമ്മൾ എപ്പോഴും സോർട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു എബ്രോഡ് എഡ്യൂക്കേഷൻ ആണ് എങ്കിൽ എൻ്റെ ക്യാമ്പയിൻ അപ്രോച്ചുകൾ അല്ലെങ്കിൽ എൻ്റെ മാർക്കറ്റിംഗ് അപ്രോച്ചുകൾ രണ്ട് രീതിയിലായിരിക്കാം ചിലപ്പോൾ വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്ത്, ഇപ്പോൾ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്ത് അവരെ ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ മാർക്കറ്റിംഗ് കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ എൻ്റെ മാർക്കറ്റിംഗ് കൺസെപ്റ്റുകൾ പോകേണ്ടത് ഒരു എന്താ പറയുക, ലൈഫ് ഫ്യൂച്ചർ സെറ്റാക്കാം അല്ലെങ്കിൽ ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യാം, ആ ഒരു ടൈപ്പ് ഓഫ് കണ്ടൻറ്റുകളായിരിക്കണം ആ ഒരു ഓഡിയൻസിന് പോകും. അതേപോലെ ഇപ്പുറത്ത് അവരുടെ പാരൻസിന് ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ പറയേണ്ടത് നിങ്ങളുടെ കുട്ടികളുടെ ഫ്യൂച്ചർ നമുക്ക് സേഫ് ആക്കാം എന്നുള്ള രീതിയിലായിരിക്കണം അങ്ങനെയുള്ള കണ്ടൻറ്റ് പോകുന്നത്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടൻറ്റ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാമ്പയിൻസ് ചെയ്യേണ്ടത്, അവർക്ക് വേണ്ടിയിട്ട് എന്ത് മെസ്സേജാണ് ക്രാഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ മെയിൻ പറയുന്ന പോയിന്റ്. ഓക്കെ, അവർക്ക് ഏത് ചാനലിൽ വേണം നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ എന്നുള്ളത് കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതായത് പാരൻസ് ആകുമ്പോൾ ചിലപ്പോൾ അവർ കൂടുതലും ആക്റ്റീവ് ആവുന്നത് ഫേസ്ബുക്കിലായിരിക്കാം, അല്ലെങ്കിൽ ന്യൂസ് ആർട്ടിക്കിളുകളിലായിരിക്കാം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂസ് അങ്ങനെയുള്ള ചാനലുകളായിരിക്കാം. അപ്പോൾ ആ ചാനൽ നമ്മൾ ഇപ്പോൾ പേരൻസിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആ ചാനലുകളിലേക്ക് ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ കൂടുതൽ റിസൾട്ട് വരാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ക്യാമ്പയിൻസ് ആയിരിക്കണം മൂവ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കിഡ്സിന് അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക, കുട്ടികളെ സംബന്ധിച്ചോളം അവർ കൂടുതലും ഉണ്ടാവുക ഇൻസ്റ്റ പോലുള്ള അല്ലെങ്കിൽ സ്നാപ്ചാറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലായിരിക്കും. അപ്പോൾ നമ്മൾ അത് അവരെ മാർക്കറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ട്രസ്റ്റ് അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചാനലുകൾ കൂടുതൽ യൂസ് ചെയ്യും. അപ്പോൾ ഏത് ചാനൽ യൂസ് ചെയ്യണം എന്നുള്ളത്, അതായത് ഏത് ഓഡിയൻസിനെ നമുക്ക് വേണം, അവർക്ക് എന്ത് മെസ്സേജ് പോകണം, അത് ഏത് ചാനലിൽ കൂടി പോകണം എന്നുള്ള 3 പോയിൻറ്റ്സ് നമ്മൾ മെയിൻലി കവർ ചെയ്യേണ്ട കാര്യമുണ്ട് നമ്മളൊരു മാർക്കറ്റിംഗ് അപ്രോച്ച് കൊടുക്കുമ്പോൾ. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ മെയിൻലി പറയുന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫണൽ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, നമ്മൾ എപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പോയിന്റിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ 3 ആയിട്ടാണ്, അല്ലെങ്കിൽ 3 കൂടുതൽ ഒരു ലെയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് നമ്മളൊരു ഫണൽ കൺസെപ്റ്റിലാണ് നമ്മളെപ്പോഴും ക്യാമ്പയിൻസിൽ ക്യാമ്പയിൻ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ്, അതായത് ഈ ഒക്ടോബറിൽ വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണൽ കൺസെപ്റ്റ് റീപ്ലേസ് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. പക്ഷേ എന്താണെങ്കിലും ഒരു മാർക്കറ്റിംഗ് ഫണൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം.
ഫണൽ ക്യാമ്പയിൻസ് നമ്മളിപ്പോൾ റൺ ചെയ്തില്ലെങ്കിൽ പോലും ഇനി വരുന്ന ഒരു 2026 ഫണൽ കൺസെപ്റ്റുകൾക്ക് അത്ര പ്രാധാന്യം ഇല്ലെങ്കിൽ പോലും ഈ കൺസെപ്റ്റുകൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഡിയൻസിന് എന്ത് ചെയ്യണം, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ധാരണ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആരെങ്കിലും ഈ ആൻഡ്രോമെഡ എന്ന് കേട്ടിട്ടുണ്ടോ? ആൻഡ്രോമെഡ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഗാലക്സി അല്ലേ? എക്സാക്ട്ലി, ഗാലക്സി ആണ്. പക്ഷേ ആരായിരുന്നു പറഞ്ഞു? അപ്പോൾ ഈ ഓഫ് കോഴ്സ് ആൻഡ്രോമെഡ എന്ന് പറയുന്നത് ഗാലക്സി തന്നെയാണ്. നമ്മളുടെ മിൽക്കി വേക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഗാലക്സിയാണ്. അപ്പോൾ ആ ഒരു പേരാണ് മെറ്റയുടെ ഒക്ടോബർ അപ്ഡേറ്റ് അല്ലെങ്കിൽ അൽഗോരിതം അപ്ഡേറ്റ്സിന് ഇട്ടേക്കുന്നത്, ആൻഡ്രോമെഡ എന്നുള്ളത്. ആ അപ്ഡേറ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതായത് മെറ്റയുടെ ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് റൺ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്ട്രക്ചറിൽ വന്നേക്കുന്ന ഡിഫറൻസ് ആണ്. അത് ഞാൻ ഫണൽ കൺസെപ്റ്റ് പറഞ്ഞ് നമ്മൾ ആ ഒരു ക്യാമ്പയിൻ സെറ്റപ്പുകളിലേക്ക് വരുന്ന സമയത്ത് ആൻഡ്രോമെഡ ഞാൻ കുറച്ച് ബ്രീഫ് ചെയ്ത് തരാം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഈ മാർക്കറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ 3ആയിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടോപ്പ് ഓഫ് ദി ഫണൽ, സെക്കൻഡ് മിഡിൽ ഓഫ് ദി ഫണൽ, തേർഡ് വൺ ബോട്ടം ഓഫ് ദി ഫണൽ. 3 രീതിയിലാണ് നമ്മൾ ഈ ഫണൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദി ഫണൽ എന്ന് പറയുന്നത് ഒരു ഫണൽ പോലെയാണ്. നമ്മുടെ ഓഡിയൻസ് ഏറ്റവും ടോപ്പിൽ പോപ്പുലേറ്റ് ആയി കഴിഞ്ഞാൽ താഴേക്ക് വരുന്നവരും ചെറുതായി വരും. ഫസ്റ്റ് എന്ന് പറയുന്നത് അവയർനെസ് സ്റ്റേജാണ്. അവയർനെസ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഓഡിയൻസിനെ അറിയിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്ത സർവീസസ് ബാക്കിയുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് ഈ അവയർനെസ് സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീഡിയോ ആയിരിക്കാം ചിലപ്പോൾ അവിടെ പബ്ലിഷ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളൊരു ഇനാഗുറേഷൻ കണ്ടൻറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഈ അവയർനെസ് സ്റ്റേജിൽ പല സ്ട്രാറ്റജീസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ പഴയൊരു ക്ലയൻ്റ് ഉണ്ട്, അത് സ്പൈസസ് ഹാൻഡിൽ ചെയ്യുന്ന ക്ലയൻ്റാണ്. അതായത് ഇ-കൊമേഴ്സ് ആണ്. അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് സ്പൈസസ് ആണ്. അപ്പോൾ ഈ സ്പൈസസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇ-കൊമേഴ്സ് ആണ്. നമ്മൾ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലെ സ്പൈസസ് വാങ്ങുന്ന ആൾക്കാർ എന്നുള്ള ലെവലിലാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന അവയർനെസ് സ്റ്റേജിൽ നമ്മളൊരു സെറ്റ് ഓഫ് ക്യാമ്പയിൻസ് റൺ ചെയ്യും. അതായത് അവയർനെസ് സ്റ്റേജിൽ നമ്മൾ റൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ സ്പൈസസിൻ്റെ ഇമ്പോർട്ടൻസ്, അത് ചിലപ്പോൾ ഒരു വ്ലോഗ് ആവാം, അല്ലെങ്കിൽ ഒരു യൂസർ ജനറേറ്റഡ് കണ്ടൻറ് ആവാം, അല്ലെങ്കിൽ എന്താ പറയുക ഒരു പോഡ്കാസ്റ്റ് പോലെ ആവാം, അല്ലെങ്കിൽ ഒരു 2D വീഡിയോ ആവാം. ഇപ്പോൾ നമുക്ക് കണ്ടൻറ്റ് മേക്ക് ചെയ്യാനായിട്ട് നമുക്ക് വലിയ പാടൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ AI ഉള്ളതുകൊണ്ട് വളരെയധികം എഫക്റ്റീവായിട്ട്, അല്ലെങ്കിൽ വളരെയധികം ഈസിയായിട്ട് കുറച്ചധികം കണ്ടൻറ്റുകൾ നമുക്ക് മേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്നു. ആ ഒരു രീതിയിൽ ഇപ്പോൾ അവയർനെസ് സ്റ്റേജിൽ നമ്മളിപ്പോൾ പറയണം കേരള സ്പൈസസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അപ്പോൾ ഈ കണ്ടൻറ്റ് നമ്മൾ നമ്മളുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് നമ്മൾ ക്യാമ്പയിൻസിലൂടെ പുഷ് ചെയ്യും. ഇപ്പോൾ ക്യാമ്പയിൻസിലൂടെ ഇത് പുഷ് ചെയ്യുന്ന സമയത്ത് ഈ കണ്ടൻറ്റ് കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ ഫുള്ള് കണ്ടൻറ്റ് കണ്ട ആൾക്കാർ എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോ, ഞാൻ പബ്ലിഷ് ചെയ്ത വീഡിയോ 100% അല്ലെങ്കിൽ 80% കണ്ടു എന്നാണെങ്കിൽ അതൊരു എഡ്യൂക്കേഷൻ ലെവൽ വീഡിയോ ആണ്. അവർക്ക് കേരള സ്പൈസസുമായിട്ട് അല്ലെങ്കിൽ സ്പൈസസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്, കൺസിഡർ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഈ സ്പൈസസുമായിട്ട്, അല്ലെങ്കിൽ മേ ബി കേരള സ്പൈസസ് ഇവിടെ വന്നിട്ട് പോയപ്പോൾ വാങ്ങിയ ആൾക്കാരായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ സ്പൈസസുമായിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇട്ടപ്പോൾ ഏകദേശം 1000 പേരാണ് കണ്ടത്. വളരെ മിനിമൽ നമ്പറാണ് ഈ 1000 എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം 10,000+ ഒക്കെ മിനിമം ഒരു വ്യൂസ് വേണം, എന്നാലേ നമുക്ക് ഓഡിയൻസ് പോപ്പുലേറ്റ് ചെയ്യാൻ പറ്റൂ. മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയ ഫിഗേഴ്സിൽ പറയുന്നു എന്നുള്ളേ ഉള്ളൂ. നമുക്കൊരു 1000 പേരാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ കണ്ടതെങ്കിൽ നമ്മൾ ഈ ഓഡിയൻസ് നമുക്ക് മെറ്റയുടെ ബാക്ക് എൻഡിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. മെറ്റയുടെ ഓഡിയൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് സേവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, നമുക്ക് കസ്റ്റം ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെൻറ്റിലാണ് സേവ് ചെയ്യുന്നത്. നമ്മൾ ഈ സാധനങ്ങളെല്ലാം ചെയ്ത് നോക്കും കേട്ടോ. മാനുവലി നമ്മളിതെല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്ത് നോക്കും. ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കസ്റ്റം ഓഡിയൻസിൽ പോയിട്ട് നമുക്ക് നമ്മളുടെ ഈ പെർട്ടിക്കുലർ വീഡിയോ 80% മേളിൽ കണ്ട ആൾക്കാർ, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കമൻ്റ് ഇട്ട ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ സേവ് ചെയ്ത് വെച്ച ഓഡിയൻസിനെ അടുത്ത ഒരു സെറ്റ് ഓഫ് ക്യാമ്പയിൻസ്, മിഡിൽ ഓഫ് ദി ഫണൽ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു
ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് എന്നുള്ളൊരു സ്റ്റേജിലായിരിക്കും നമ്മൾ ഈ ഓഡിയൻസിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും 1000 ഓഡിയൻസ്, എൻ്റെ ഏറ്റവും അവയർനെസ്സിൽ കണ്ട 1000 ഓഡിയൻസിനെ ഞാൻ എടുത്ത് എൻ്റെ രണ്ടാമത്തെ കൺസിഡറേഷൻ സ്റ്റേജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ആ ഓഡിയൻസ് ഇവിടെ ഞാൻ ചിലപ്പോൾ കൊടുക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് UGC വീഡിയോ ആയിരിക്കും, യൂസർ ജനറേറ്റഡ് കണ്ടന്റുകളായിരിക്കും. അതായത് പ്രീവിയസ്ലി എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഒരു പോസിറ്റീവായിട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ, ഒരു എന്താ പറയുക, ഒരു ഹൗസ് വൈഫ് നമ്മളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പോൾ അങ്ങനെ ഒരു ട്രസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ്, നമ്മളുടെ ഓൾറെഡി എൻഗേജ്ഡ് ആയ അവെയർഡ് ആയ കസ്റ്റമേഴ്സിന് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റുകളായിരിക്കും ഈ ഒരു സ്റ്റേജിൽ ഞാൻ കൊടുക്കുന്നത്. അവിടെ നിന്ന് കണ്ട അല്ലെങ്കിൽ ഇത് കാണുന്ന ഓഡിയൻസ്, അത് കണ്ട് എൻഗേജ്ഡ് ആവുന്ന ഓഡിയൻസ് ചിലപ്പോൾ 1000-ൻ്റെ അകത്ത് ഇവിടെ ചിലപ്പോൾ ഒരു 500 പേരെ ഒരു ട്രസ്റ്റ് ബിൽഡിങ് സ്റ്റേജിൽ ഒരു 100% ചിലപ്പോൾ ആ വീഡിയോ കാണുള്ളൂ, അല്ലെങ്കിൽ 100% എൻ്റെ ക്രിയേറ്റീവിലൊക്കെ എൻഗേജ്ഡ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ എൻഗേജ്ഡ് ആവുന്ന ഓഡിയൻസിനെ ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. അത് കൺവേർഷൻ സ്റ്റേജ് എന്നുള്ള ഒരു സ്റ്റേജാണ്. അപ്പോൾ ഈ കൺവേർഷൻ സ്റ്റേജിൽ മെയിൻലി ഞാൻ പറയുന്നത് എൻ്റെ ഇതിൽ ഒരു 20% ഓഫറുണ്ട്, അല്ലെങ്കിൽ ഒരു ഹാപ്പി അവർ സെയിൽ നടക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ 10 to 5 o'clock വരെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ആ ബുക്ക് ചെയ്യുന്ന സമയത്ത്, ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 20% ഓഫ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഓഫർ വെച്ചിട്ടുള്ള ക്രിയേറ്റീവ് നമുക്ക് ഈ ഓൾറെഡി അവെയർ ആയ കൺസിഡറേഷനിൽ ട്രസ്റ്റ് ബിൽഡായ ഓഡിയൻസിലേക്ക് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 1000-ൻ്റെ അന്ന് ചിലപ്പോൾ 500 ആയിരിക്കും നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക്, കൺസിഡറേഷൻ സ്റ്റേജിലേക്ക് കിട്ടുന്നത്. കൺസിഡറേഷൻ സ്റ്റേജിൽ നിന്ന് ചിലപ്പോൾ പർച്ചേസ് വരുന്നത് ചിലപ്പോൾ 10 or 20 ഒക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മളുടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഫണൽ ട്രാവൽ ചെയ്യുന്നത്. ഇതേപോലെ അടുത്തൊരു സ്റ്റേജ് ഉണ്ട്, ഓഡിയൻസ് റീറ്റെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജ് ഉണ്ട്. ഈ ഓഡിയൻസ് റീറ്റെൻഷൻ എന്ന് പറയുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ആണ്. ഇപ്പോൾ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ആണ്, നമ്മളിപ്പോൾ ഒരു ഹെയർ ഓയിലാണ് നമ്മളുടെ പ്രൊഡക്റ്റ് എങ്കിൽ, നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. ഈ ഹെയർ ഓയിൽ അല്ലെങ്കിൽ ഈ ബോട്ടിൽ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 30 ദിവസം അല്ലെങ്കിൽ ഒരു 35 ദിവസം കൊണ്ട് ഈ ബോട്ടിൽ തീരേണ്ടതാണ്. അപ്പോൾ 35ാമത്തെ ദിവസം തൊട്ട് അല്ലെങ്കിൽ ഒരു 25ാമത്തെ ദിവസം തൊട്ട് ഓൾറെഡി എൻ്റെ കയ്യിൽ പർച്ചേസ് ചെയ്ത ഓഡിയൻസിന് ഞാൻ ക്യാമ്പയിൻസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് നിങ്ങളുടെ ബോട്ടിൽ തീരാറായിട്ടുണ്ട്, അതുകൊണ്ട് റീഫിൽ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഓഡിയൻസ് റീറ്റെൻഷൻ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു തവണ പർച്ചേസ് ചെയ്ത ഓഡിയൻസിനെ വീണ്ടും പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ക്യാമ്പയിൻസ്. ചിലപ്പോൾ നമ്മളത് മെറ്റ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, അത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് വാട്സപ്പ് ക്യാമ്പയിനിലായിരിക്കും. അപ്പോൾ വാട്സപ്പ് ഓൾറെഡി നമ്മളുടെ കയ്യിൽ പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിൽ ഡേറ്റ ഉണ്ട്. ആ ഡേറ്റയിലേക്ക് നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് ക്യാമ്പയിൻസ് നമുക്ക് പുഷ് ചെയ്യും, ഇമെയിൽ ഉണ്ടെങ്കിൽ ഇമെയിൽ ക്യാമ്പയിൻസ് നമുക്ക് പുഷ് ചെയ്യും. അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഈ ഫണലിനെ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. മാർക്കറ്റിംഗ് ഫണൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച പോയിന്റിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ഒന്നും ചോദിക്കാനില്ല? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എല്ലാവർക്കും ഓഡിയബിൾ അല്ലായിരുന്നോ? ഓഡിബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ഡൗട്ട് ഒന്നുമില്ല? ഓക്കെ ആണ്, ക്ലിയർ ആയി? ഇതുവരെ ഒന്നുമില്ല. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, ഇനി ജസ്റ്റ് നിങ്ങൾ ഓരോരുത്തർ എന്താണ് ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങളുടെ സർവീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ സംസാരിക്കാൻ പറ്റിയേക്കാം. അപ്പോൾ ഒന്ന് ക്വിക്കായിട്ടൊന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. എന്താണ് സർവീസോ ബിസിനസ്സോ എന്താണേലും പറയാൻ പറ്റുന്നവർക്ക് പറയാട്ടോ, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്റേതൊരു ടൈൽസ് ഗ്രാനൈറ്റ് അങ്ങനത്തെ ഒരു ഫീൽഡാണ്, ഫ്ലോറിംഗ്. ഓക്കെ, ബിൽഡിംഗ് മെറ്റീരിയൽസ് പറയാം അല്ലേ? അതെ. ഓക്കെ. സാർ എൻ്റെ ഒരു ഹെയർ ഓയിലിൻ്റെ ആയിരുന്നു. ഹെയർ ഓയിൽ പ്രൊഡക്റ്റ് പറയാൻ പറ്റുമോ? പ്രൊഡക്റ്റ് പറയാൻ പറ്റില്ല. ഓക്കെ, കുഴപ്പമില്ല. സാർ എൻ്റെ പെർഫ്യൂമും അത്തറിൻ്റെ ഒക്കെ ഓൺലൈൻ സ്റ്റോർ ആണ്. ഓൺലൈനോ? ഓക്കെ. ഇ-കോമേഴ്സ് ആണോ? അതെ, ഇ-കോമേഴ്സ് ആണ്, സ്വന്തം ഡൊമൈൻ ഉണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് ഇപ്പോൾ പർച്ചേസ് നടക്കുന്നുണ്ടോ? എന്താ അവസ്ഥ?
എനിക്ക് ഓഫ്ലൈൻ സ്റ്റോറും ഉണ്ട്. ആ അപ്പൊ ഓൺലൈൻ സ്റ്റോർ പിന്നെ ഈ ആമസോണിലൊക്കെ കയറി വിൽക്കുന്നുണ്ട്, ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ. മാർക്കറ്റ് പ്ലേസുകളാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ആ മാർക്കറ്റ് പ്രൈസും ഓൺ സൈറ്റും ഉണ്ട്, പക്ഷെ ഓൺ സൈറ്റിൽ സെയിൽസ് കുറവാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പ്രൊഡക്റ്റിന്റെ പേര് പറയാമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. അതർ പ്രൊഡക്റ്റ്, അത് നിവ്യ, ഡോവ്, അതർ ബ്രാൻഡിന്റെ ഓ പ്രൊഡക്ട്സുകളൊക്കെ. ഓക്കെ, അങ്ങനെയാണല്ലേ. മറ്റേ ഞാൻ വിചാരിച്ചു ഈ മയോപ്പി പോലെ അല്ലല്ല, ഹാൻഡിൽ ചെയ്യാതെ. ഓക്കെ ഓക്കെ ഞങ്ങളെ ബ്രാൻഡ് ഉണ്ട്, പക്ഷെ അത് ഈ സൈറ്റിന്റെ ഉള്ളിൽ ഇടയിൽ വെച്ചതാണ്. ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ഓക്കെ. ഓക്കെ. എൻ്റെ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണ്. മേജർലി പ്രൊഡക്ട്സ് എന്താന്ന് വെച്ചാൽ കുറച്ച് സ്പിരിച്വൽ ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. എസ്പെഷ്യലി ക്രിസ്റ്റൽസ് കൊണ്ടുള്ള ജുവലറി, ഡെക്കോർ ഐറ്റംസ്, കുറച്ച് ഈ ബൊഹേമിയൻ ഹിപ്പി റെയ്ക്കി മോഡൽ, തീമിലുള്ള പ്രൊഡക്ട്സ് ആണ്. റെയ്ക്കി മോഡലുള്ള അതെ, ലൈക്ക് അതെ റേക്കി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സും ഉണ്ട്. ഓക്കെ ഓക്കെ, സൂപ്പർ. അത് ഇ കൊമേഴ്സിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ, അതോ ജസ്റ്റ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി മാത്രമാണോ ഇ കൊമേഴ്സ് യൂസ് ചെയ്യുന്നത്? അല്ല, ഇ കൊമേഴ്സ് ആക്ച്വലി കറന്റ് വെബ്സൈറ്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആസ് ഓഫ് നൗ ഇൻസ്റ്റാഗ്രാം ആണ് മേജർ പ്ലാറ്റ്ഫോം സെയിൽസിന്റെ. ഓക്കെ. അപ്പോൾ ഇതാണോ നമ്മളുടെ ഏതാ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിരിക്കുന്നത്? ഷോപ്പിഫൈ ആണോ അതോ വുക്കോമേഴ്സ് ആണോ? വുക്കോമേഴ്സ് ആണ്. വുക്കോമേഴ്സ് ആണ്. ഓക്കെ ഓക്കെ. വേറെ ആർക്കെങ്കിലും പ്രൊഡക്ട്സ് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാനുണ്ടെങ്കിൽ പറയാം. ഹെയർ ഓയിൽ ഏതെങ്കിലും ഒരു സിസ്റ്റം ഓഫ് ചെയ്തോ. 2 സിസ്റ്റത്തിൽ അടുത്ത് ലോഗിൻ ചെയ്തേക്കുന്നുണ്ട്, ഫോണിലും ലാപ്പിലും. ഏതെങ്കിലും ഒരു ഡിവൈസിൻ്റെ. ഓക്കെ. 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 അതാ വെബ് ഡിസൈനിങ് ആൻഡ് SEO ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വെബ്സൈറ്റ് ഒക്കെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങൾക്ക് നമ്പേഴ്സൊക്കെ ഷെയർ ചെയ്യാം. സനൽ ബ്രോ ആണ് സൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആക്ച്വലി നമുക്കിനി അങ്ങോട്ട് പോകുമ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, നമ്മളൊരു കമ്മ്യൂണിറ്റി പോലെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കോഴ്സ് കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പോൾ സർവീസായിട്ടോ അല്ലെങ്കിൽ ക്യാമ്പയിൻസിൽ വരുന്ന സപ്പോർട്ടോ ഒക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരാളൊരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്കും റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ. ഓക്കെ. അതിന് ആ ഒരു ഡിസ്കഷൻ പോയിന്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് നമ്മളെപ്പോഴും ഓക്കെ വരുന്ന പോയിന്റ്. ഓക്കെ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമ്പയിൻ പ്ലാനിങ് ആണ്. ക്യാമ്പയിൻ പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. ചില ആൾക്കാർ ഓൾറെഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം എങ്ങനെയാണ് നിങ്ങൾ ക്യാമ്പയിൻസും അതേപോലെ ബഡ്ജറ്റിങ്ങും കാണേണ്ടതെന്ന്. സോറി. ഓക്കെ. ഫസ്റ്റ് വന്നെന്ന് പറയുന്നത്, നമ്മൾ ഏത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഏത് ഡിജിറ്റൽ ക്യാമ്പയിൻസ് ആണെങ്കിലും നമ്മൾ ആ ക്യാമ്പയിൻസിൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട പോയിന്റ്. നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ എപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് ഇല്ലാതെ ക്യാമ്പയിൻസ് റൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ലീഡ്സ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അവിടെ ട്രാഫിക് ക്യാമ്പയിൻസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. നമുക്ക് ക്യാമ്പയിൻസിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്.
ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ എന്താണ് വേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ലീഡ്സ് ആണോ വേണ്ടത്, വാട്സപ്പിലാണോ എൻക്വയറീസ് വേണ്ടത്, അതോ എൻ്റെ വീഡിയോ കാണലാണോ, എന്താണ് വേണ്ടത് എന്ന് നിങ്ങളുടെ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈം പോയിന്റ്. അവിടെ നിന്ന് ആർക്ക് വേണം ഈ ക്രിയേറ്റീവ്സ് അല്ലെങ്കിൽ ഈ ആഡ്സ് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ ആർക്ക് വേണ്ടി ഏത് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പോൾ എംപ്ലോയീസിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണോ, പാരൻസിന് വേണ്ടിയിട്ടാണോ, അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നത് എന്നുള്ളൊരു പോയിന്റും കൂടി നമ്മളവിടെ ക്ലാരിറ്റി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഹെയർ ഓയിലിൻ്റെ കേസ് പറഞ്ഞു. ഹെയർ ഓയിലിൻ്റെ കേസിൽ നമുക്ക് ഈ 1-2 പോയിന്റ്സ് അത് നമ്മൾ ക്രിയേറ്റീവ്സ് ചെയ്യുന്ന സമയത്ത് ഞാനത് പറയാം. എന്നാലും ഒന്ന് ഹെയർ ഓയിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാജിക്കൽ റെമഡീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 10 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് മുടി റീഗ്രോ ആവും. അതെന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്തൊരു സാധനമാണ്. 10 ദിവസം കൊണ്ട് മുടി രണ്ടാമത് വളരുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ളൊരു കേസല്ലല്ലോ. അതേപോലുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മാജിക്കൽ റെമഡീസൊക്കെ പറയുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഓവർ ആയിട്ടുള്ള പോയിന്റുകൾ അല്ലെങ്കിൽ ഓവർ കമ്മിറ്റ്മെൻറ്റ്സ് കൊടുക്കാത്ത ക്രിയേറ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്, അപ്പോൾ എന്ത് ഒബ്ജക്റ്റീവിൽ വേണം ക്യാമ്പയിൻസ് സെറ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നമ്മളുടെ ഈ ഇതിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മെയിൻലി വാട്സപ്പ് ക്യാമ്പയിൻസ്, അതേപോലെ തന്നെ ജനറേഷൻ, അതിൻ്റെ കൂടെ തന്നെ കോൾ ക്യാമ്പയിൻസ് എന്നുള്ള ലെവലിലാണ് നമ്മൾ ഈ 7 ഡേയ്സ് പോകുന്നത്. എങ്ങനെയാണ് ഈ ക്യാമ്പയിൻസ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഏത് ഓഡിയൻസിനെ എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യണം എന്നുള്ളത് അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ ആ ക്രിയേറ്റീവ്സ് നമ്മളുടെ ഓഡിയൻസിലേക്ക് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പാരൻസിനാണെങ്കിൽ പാരൻസിനെ ഹുക്ക് ചെയ്യുന്ന കണ്ടൻറ്റ്, പാരൻസിനെ ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളവിടെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാം, അല്ലെങ്കിൽ കുട്ടിയുടെ പഠിത്തം സേഫ് ആക്കാം. ഇപ്പോൾ ഏത് ഇൻ്റർനാഷണൽ കൺട്രി പോയാലും ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് പഠിക്കാം എന്നുള്ള രീതിയിലുള്ള കണ്ടൻറ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ സേഫ്റ്റി ആൻഡ് ഫ്യൂച്ചർ എന്നുള്ളൊരു പോയിൻ്റാണ് അവിടെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അതേസമയം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്ക് അത്യാവശ്യം അല്ലെങ്കിൽ +2 ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് പുറത്തു പോവുക, ഒന്ന് എൻജോയ് ചെയ്യുക, അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുക എന്നുള്ളതാണ് തോന്നുന്നൊരു 70% ആൾക്കാർ എങ്ങനെങ്കിലും ഒന്ന് മാറി നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ആ മെസ്സേജസ് അവിടെ കൺവേ ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മളുടെ റിസൾട്ടിനെ ഒപ്റ്റിമൈസ് ചെയ്യാനും അതേപോലെ നമ്മളുടെ ക്യാമ്പയിൻസിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ബെറ്റർ റിസൾട്ടുകളിലേക്ക് കൊണ്ടുവരാനും നോക്കുക എന്നുള്ളതാണ് നമ്മൾ ക്യാമ്പയിൻ പ്ലാനിങ്ങിൽ ചെയ്യേണ്ട പോയിന്റ്സ്. പിന്നെ ബഡ്ജറ്റ് പ്ലാനിങ്ങിൻ്റെ കേസിൽ നമ്മൾ ബഡ്ജറ്റ് പ്ലാനിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് കൂടെ നമ്മളുടെ ക്യാമ്പയിൻ സെറ്റപ്പ്, ഏതൊക്കെ ടൈപ്പ് ക്യാമ്പയിനുകൾ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. പറഞ്ഞിട്ട് ബഡ്ജറ്റ് പ്ലാനിങ്ങിലേക്ക് ഓക്കെ. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ലീഡ് ജനറേഷൻ, അതായത് കോൾസ്, വാട്സപ്പ്, മെസ്സേജ്, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒബ്ജക്റ്റീവിനെ എങ്ങനെ നമ്മൾ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഏജ് വൈസ് ടാർഗറ്റ് ചെയ്യാം, ജെൻഡർ വൈസ് ടാർഗറ്റ് ചെയ്യാം, ലൊക്കേഷൻ വൈസ് ടാർഗറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ അനലൈസ് ചെയ്യുമ്പോൾ ബിഹേവിയർ നമുക്ക് അവരുടെ അനലൈസ് ചെയ്യാം. എന്തൊക്കെ ബിഹേവിയറുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണം. ഇപ്പം ഹൈ സ്പെൻഡിങ് പവർ ഉള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹൈ നെറ്റ്വർത്ത് ഉള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണം, ഫ്രീക്വൻ്റ്ലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണം. നമ്മളുടെ പ്രൊഡക്റ്റ് എന്താണോ, നമ്മളുടെ സർവീസ് എന്താണോ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ടാർഗറ്റ് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതേപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്രിയേറ്റീവ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടാർഗറ്റിംഗ് മെത്തേഡ്സ്, ടൈപ്പ് ഓഫ് ആഡ്സ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റീവ്സ് ആണ്. ഇവിടെ ക്രിയേറ്റീവ് ആഡ്സ് വെച്ചിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ പല കേസുകളിലും നമ്മൾ ചോദിക്കാറുണ്ട് നമുക്ക് വീഡിയോസ് അല്ലേ കൂടുതലും വർക്ക് ആവുന്നത് എന്നുള്ളത്.
അപ്പോൾ ഈ ക്രിയേറ്റീവ്സിനും വീഡിയോസിനും രണ്ടിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു, നമ്മളുടെ നേരത്തെ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോൾ നമ്മളുടെ ഒരു വീഡിയോ കണ്ടു, ആ വീഡിയോ കണ്ട ഓഡിയൻസിനെ വീണ്ടും നമ്മൾ റീടാർഗറ്റ് ചെയ്യാൻ ഒന്നെങ്കിൽ വേറൊരു വീഡിയോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ഹൈ കണ്ടൻറ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് ടാർഗറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടൻറ്റ് എഴുതിയിട്ടുള്ള ക്രിയേറ്റീവ്സ് നമുക്ക് ആ യൂസേഴ്സിന് കൊടുക്കാം. അപ്പോൾ എന്താ പറയുക, ആ ഒരു ഫ്ലോയിൽ യൂസർ കൂടുതൽ എൻഗേജ് ആവാൻ അല്ലെങ്കിൽ കൂടുതൽ ഫെമിലിയർ ആവാനായിട്ട് സാധ്യതകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ, സെയിം ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ ഇപ്പോൾ ഇവർ ജനറേറ്റ് ചെയ്യുന്ന ലീഡ്സ് ടെലികോളേഴ്സ് വിളിച്ചു കഴിഞ്ഞാൽ വാല്യൂ ഹൈ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു കൺവേർഷൻ വിൻഡോ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 60-70 ദിവസമായിരിക്കും. അപ്പോൾ ഈ 60-70 ദിവസം വരെ ടെലികോളേഴ്സ് വിളിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഈ ഡേറ്റ നമ്മൾ മെറ്റയിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ആ ആൾക്കാരെ കണ്ടിന്യൂസ്ലി മാക്സിമം നമ്പർ ഓഫ് ക്യാമ്പയിൻസ് കാണിക്കാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെ ടെലികോളേഴ്സ് വിളിച്ചില്ലെങ്കിൽ പോലും അവർക്ക് എപ്പോഴും അവർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ ആക്സസബിൾ എൻ്റർ ആവുന്ന സമയത്ത് നമ്മളുടെ ഈ സാധനങ്ങൾ അവിടെ ട്രിഗർ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റീവ്സ് വെച്ചിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അതേപോലെ വീഡിയോസ്, നേരത്തെ പറഞ്ഞ പോലെ റീൽസ് അല്ലെങ്കിൽ വീഡിയോസ്, ഓപ്പൺ വീഡിയോസ് ആയിട്ട് നമുക്ക് ടാർഗറ്റിങ് അല്ലെങ്കിൽ ആഡ് ടൈപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തതെന്ന് പറയുക കറോസൽ ആഡ്സ് ആണ്. ഈ കറോസൽ നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ മെറ്റ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ കാണാറുണ്ട്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന, ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്ന ആഡ്സ്. അതായത് ചിലപ്പോൾ അത് പ്രൊഡക്റ്റ് ആവാം. ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിൽ ഓരോ ക്രിയേറ്റീവ്സ് സ്വൈപ്പ് ചെയ്ത് കാണാം. അതേപോലെ നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിലും ജസ്റ്റ് കറോസലായിട്ടായിരിക്കും വരുന്നത്. 1 by 1 ആയിട്ട് നമുക്കിങ്ങനെ അതും സ്വൈപ്പ് ചെയ്ത് നമുക്ക് ക്രിയേറ്റീവ്സ് കാണാം. നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ പ്രൊഡക്റ്റ് പേജിലേക്ക് ലാൻഡ് ചെയ്യും. ഓക്കെ, അതിന് നമ്മൾ കറോസൽ ആഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നുള്ളത് ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസ് ആണ്. നമ്മളുടെ യൂസേഴ്സിൻ്റെ ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസിൽ നമുക്ക് മെയിൻലി ആൾക്കാരുടെ ഡേറ്റാസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉള്ളത്. ആൾക്കാരുടെ ഡേറ്റാസ് കളക്ട് ചെയ്ത് നമ്മളെ സെയിൽസ് കോളിംഗ് ടീം അവരെ വിളിച്ച് കൺവേർട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഉള്ള ഒരു പോയിന്റ്. ഇത്രയാണ് മെയിൻലി ഉള്ള ആഡ്സ്. പിന്നെ ഇൻസ്റ്റൻറ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആഡ് സെറ്റുകളുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ബഡ്ജറ്റ് പ്ലാനിങ് ആണ്. ഓക്കെ, ഈ ബഡ്ജറ്റ് പ്ലാനിങ്ങിൻ്റെ കേസിൽ നമ്മളൊരു ഇതുവരെ ക്യാമ്പയിൻസ് റൺ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും എന്ന് ഞാൻ പറയുകയാണ്. നമ്മളിപ്പോൾ ഒരു ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്ത് നമ്മൾ റൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ക്യാമ്പയിൻസ് വർക്ക് ആവുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനേ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ആ ക്യാമ്പയിൻസ് കണ്ടിന്യൂസ്ലി റൺ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് മാക്സിമം റിസൾട്ട് കിട്ടുന്ന അത്രയും നമുക്ക് കിട്ടട്ടെ എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി. അപ്പോൾ ഈ നമ്മളുടെ ബിസിനസ് ഒരു ലീഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു ബിസിനസ്സാണ്. നമുക്ക് ലീഡ്സ് വരണം എന്നുള്ള രീതിയിലുള്ള ബിസിനസ്സാണ് എങ്കിൽ നമുക്കൊരു മന്ത്ലി ബഡ്ജറ്റ് എപ്പോഴും ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് നമ്മുടെ ഒരു പ്രൊഡക്റ്റിന് 30 സെയിൽസ് പെർ മന്താണ് നമ്മളുടെ ഒരു ടാർഗറ്റ് സ്കിൽ. ഓക്കെ, 30 സെയിലാണ് നമ്മളുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ടാർഗറ്റ്. നമുക്ക് ഒരു സെയിൽ നടക്കണമെങ്കിൽ ആവറേജ് ഒരു 10% ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലെ ലീഡിൻ്റെ കൺവേർഷൻ പെർസെൻറ്റേജ് ഒരു 5 to 10 അല്ലെങ്കിൽ 5 to 15 ഒക്കെയാണ് മാക്സിമം വരുന്നത്. അപ്പോൾ ആവറേജ് ഒരു 10% നമുക്ക് ലീഡിൻ്റെ കൺവേർഷൻ പെർസെൻറ്റേജ് ഉണ്ട് എങ്കിൽ, അപ്പോൾ 10 ലീഡ് വന്നാലേ ഒരു കൺവേർഷൻ നമുക്കവിടെ നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് 30 എണ്ണം വരണമെങ്കിൽ 300 ലീഡ് അവിടെ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 300 ലീഡ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് എത്ര രൂപ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലീഡ് ജനറേറ്റ് ചെയ്യാൻ എത്ര രൂപ വേണം എന്ന് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം.
അതൊന്നെങ്കിൽ നിങ്ങൾ പ്രീവിയസ്ലി ടെസ്റ്റ് ക്യാമ്പയിൻസ് റൺ ചെയ്തത് നോക്കുക എന്നുള്ളതാണ്. ഇല്ല എങ്കിൽ ആ ഒരു വേഗമായിട്ടുള്ള ഒരു എമൗണ്ട് അവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു ആവറേജ് ഒരു 25 റുപ്പീസാണ് കോസ്റ്റ് പെർ എൻക്വയറി എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ മൈൻഡിൽ കരുതുകയാണ്. അതായത് പ്രീവിയസ് ക്യാമ്പയിൻസിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആവറേജ് ഇത്രയും വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്പെൻഡ്, ഒരു പ്രൊഡക്റ്റിന് അഗെയിൻസ്റ്റുള്ള മാർക്കറ്റിംഗ് സ്പെൻഡ് എന്ന് പറയുന്നത് 25 റുപ്പീസാണ്. ഒരു എൻക്വയറി വരാനായിട്ട് 25 റുപ്പീസ് എനിക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു വിൻഡോ ഉണ്ട്, സ്പെൻഡിങ് വിൻഡോ ഉണ്ട്. അപ്പോൾ 25 ഇൻറ്റു 300 ലീഡ്സ്, അപ്പോൾ നമുക്കൊരു 7,500 കിട്ടും. അപ്പോൾ ഈ 7,500 ആയിരിക്കണം നമ്മളുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ്. ഈ 7,500 ഒരു മാസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 300 ലീഡ് കിട്ടണം. ആ 300 ലീഡിൻ്റെ അകത്ത് നമുക്കൊരു 30 സെയിൽ ഉണ്ടാവണം. ഇങ്ങനെയാണ് നമ്മളൊരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു റിവേഴ്സ് കാൽക്കുലേഷനിൽ വേണം നമ്മൾ ബഡ്ജറ്റുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് CPL ആണ്. അത് കോസ്റ്റ് പെർ ലീഡ് എന്നുള്ളൊരു സാധനമുണ്ട്. ഈ കോസ്റ്റ് പെർ ലീഡ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്യാമ്പയിൻസിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ട് റൺ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളൊരു വേഗമായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് കോസ്റ്റ് അതിൻ്റെ അകത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഓക്കെ, ആ കോസ്റ്റിങ്ങിൻ്റെ ഇതിൽ ക്ലാരിറ്റി ഉണ്ടോ? പറഞ്ഞോളൂ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എക്സാക്ട്ലി ഒരു ക്ലാരിറ്റി ഇല്ല. ഓക്കെ, അതായത് ഞാനിപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ത് നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു കാൽക്കുലേഷനാണ് അവിടെ വെക്കുന്നത്. ബ്രോൻ്റെ പ്രൊഡക്റ്റ് എന്താ പെർഫ്യൂം അല്ലേ? അപ്പോൾ പെർഫ്യൂമിന് ഒരു മാർക്കറ്റിംഗ് കോസ്റ്റ് ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ ഒരു നമ്മളുടെ 100 റുപ്പീസാണ് ഒരു പ്രൊഡക്റ്റ് എങ്കിൽ, ഫോർ എക്സാമ്പിൾ 25 റുപ്പീസാണ് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് കോസ്റ്റ് എങ്കിൽ, ആ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ നമുക്ക് ആ ഒരു മാർക്കറ്റിംഗ് കോസ്റ്റിൻ്റെ അകത്ത് നിൽക്കണം എന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എത്ര പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണം എന്ന് നോക്കുക. എത്ര പ്രൊഡക്റ്റ് എനിക്ക് വിൽക്കണം? ഇപ്പോൾ ഒരു മാസം ഒരു 30 പ്രൊഡക്റ്റ് വിൽക്കണം. ഓക്കെ, എങ്കിൽ നമ്മൾ ആ 300 എൻക്വയറി വന്നാലാണ് 30 എണ്ണം വിൽക്കാൻ പറ്റുന്നത്. ഒരു 1% നമുക്ക് ഒരു കൺവേർഷൻ ഇട്ടിട്ട് പറയുകയാണ്. അപ്പോൾ 30 ഇൻറ്റു നമ്മളുടെ ആ ഒരു മാർക്കറ്റിംഗ് കോസ്റ്റ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ടോട്ടൽ ബഡ്ജറ്റ് കിട്ടും. ആ ബഡ്ജറ്റ് വേണം നമ്മളുടെ ഒരു മന്ത്ലി മാർക്കറ്റിംഗ് ബഡ്ജറ്റായിട്ട് റഫായിട്ട് ഫിക്സ് ചെയ്യാൻ. നിങ്ങൾക്ക് അത് വാട്ടർ ടൈറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡൊന്നും അല്ല, വേണമെങ്കിൽ അവിടെ നിന്ന് സ്കെയിൽ ചെയ്യാം എന്നുള്ളതാണ്. അതായത് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് നിങ്ങൾ ഒരു മാറ്റർ ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പെർഫ്യൂമിൻ്റെ കേസിൽ പറയുമ്പോഴത്തേക്ക് ഒരു 500 to 1000 റുപ്പീസാണ് അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് അല്ലേ? അതിൻ്റെ അപ്പുറം പോകാറുണ്ടോ? 1000 ഒക്കെ അല്ല ഒരു ആവറേജ് കോസ്റ്റ് വരുന്നത്? ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ചെറിയ മാർക്കറ്റിംഗ് ബഡ്ജറ്റുകൾ കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ അതേസമയം നമ്മൾ ഒരു 3 CRൻ്റെ വില്ല പ്രൊജക്റ്റാണ് നമ്മൾ സെല്ല് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ആ ഒരു ലെവലിലുള്ള കൺവേർഷൻ വിൻഡോയും അല്ലെങ്കിൽ ഒരു കൺവേർഷൻ കോസ്റ്റും അതിൻ്റെ അകത്തേക്ക് കാണേണ്ടി വരും. ഓക്കെ, അത് ജസ്റ്റ് ബ്രീഫ് ചെയ്തതേ ഉള്ളൂ എങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്കെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അടുത്ത ദിവസം വരുമ്പോഴത്തേക്കും ഓരോരുത്തരുടെയും ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം പാസ്വേഡും നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് കുറേ നാളായി എങ്കിൽ അത് സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യുക, പാസ്വേഡൊക്കെ റീസെറ്റ് ചെയ്ത് ലോഗിനായി സെറ്റായിട്ട് വരിക. അതേപോലെ തന്നെ ബിസിനസ് പോർട്ട്ഫോളിയോ ഉണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പറയും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, എന്താണ് പോർട്ട്ഫോളിയോ എന്ന്, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് മെറ്റയിലൊക്കെ ലോഗിൻ ചെയ്ത് ഫേസ്ബുക്കിലൊക്കെ ലോഗിൻ ചെയ്ത് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ടൈം കളയേണ്ട ആവശ്യമില്ല. അപ്പം മസ്റ്റായിട്ടും നിങ്ങൾ ആ ഒരു സാധനം ഉള്ള അക്കൗണ്ട്സ് കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത്, പാസ്വേഡൊക്കെ റീസെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ പാസ്വേഡൊക്കെ റീസെറ്റ് ചെയ്ത് നിങ്ങളുടെ ലാപ്ടോപ്പുകളിൽ ലോഗിനായി ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സാണ്. ഓക്കെ,
നമുക്ക് എങ്ങനെ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിന് ഇപ്പം എന്തായാലും എല്ലാവരും മെറ്റയിൽ അല്ലെങ്കിൽ ഉള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ ആഡ്സും ക്യാമ്പയിൻസും ഒക്കെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് ഫൈൻഡ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ സാധനങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് അതിൽ ഐഡിയ ഉണ്ടാവും? ആരെങ്കിലും എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് കേട്ടിട്ടുണ്ടോ? എന്താ നിങ്ങളെ ചോദ്യം മനസ്സിലായില്ല സാറിന്റെ? അതായത് ഇപ്പോൾ നിങ്ങൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആ. ഓക്കെ, നിങ്ങളുടെ ഒരു കോമ്പറ്റീറ്റർ ഉണ്ട്. ഉം. ഓക്കെ, നിങ്ങളുടെ സ്ഥലം എവിടെയാ? ബിൽഡിംഗ് മെറ്റീരിയൽസ് ഇത് കുന്നംകുളം. കുന്നംകുളം അല്ലേ? ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു കോമ്പറ്റീറ്റർ വേറെ ഇപ്പോൾ F2C ഒക്കെ നിങ്ങളുടെ അടുത്താണോ? F2C എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ വേറൊരു ബ്രാൻഡ് XYZ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്. അപ്പോൾ അവർ ഡിജിറ്റലി എന്തൊക്കെ ക്യാമ്പയിൻസ് ആണ് ചെയ്യുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഡിജിറ്റലി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് നമുക്ക് അറിയാനായിട്ട് സാറിനത് കറക്റ്റാണ് കേട്ടോ, അറിയാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ മെറ്റ ആഡ്സ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. സിസ്റ്റത്തിലാണെങ്കിൽ എനിക്ക് ആരെങ്കിലും സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാമോ? ഫേസ്ബുക്ക് ലോഗിൻ ആയിട്ടില്ല. ഫേസ്ബുക്ക് ലോഗിൻ ആവണ്ട, കുഴപ്പമില്ല. ലോഗിൻ ആയില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടൂളൊന്ന് എങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർഫേസ്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞു പോവാം. വേറെ ആരെങ്കിലും സനൽ അല്ലാതെ മറ്റേ ആർട്സ് ലൈബ്രറി കേട്ടിട്ടുണ്ടോ? സനൽ അല്ലാതെ വേറെ ആരെങ്കിലും? ഇല്ല, കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. ഓക്കെ. ഈ മെറ്റ ആഡ്സ് ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോമ്പറ്റീറ്ററിൻ്റെ അല്ലെങ്കിൽ മെറ്റയിൽ ക്യാമ്പയിൻസ് ചെയ്യുന്ന മറ്റുള്ള ആൾക്കാരുടെ എന്തൊക്കെ ആഡ്സ് ആണ് അവർ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് മെറ്റ ആഡ്സ് ലൈബ്രറി. മെറ്റയുടെ തന്നെ ഒരു ടൂളാണ്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ ബ്രോ? എൻ്റെ ഡെസ്ക് അല്ല, നമ്മളുടെ ഇവിടെ തന്നെ ഗൂഗിൾ മീറ്റിൽ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ. ആ ക്യാമറയുടെ തൊട്ടപ്പുറത്ത് ഒരു അപ്പ് ആരോ ആയിട്ടുള്ളൊരു സ്ക്രീൻ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേളിൽ നിന്നൊരു പോപ്പപ്പ് വരും. അതിൽ എൻറ്റയർ സ്ക്രീൻ ക്ലിക്ക് ചെയ്ത് എൻറ്റയർ സ്ക്രീൻ വീണ്ടും ക്ലിക്ക് ചെയ്ത് ഷെയർ കൊടുക്കുക. ക്യാമറയുടെ തൊട്ടപ്പുറത്തൊരു അപ്പ് ആരോ ഉണ്ടോ? ക്യാമറ വേണമെങ്കിൽ ഓഫ് ചെയ്യാം കേട്ടോ. ക്യാമറ വേണമെങ്കിൽ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പാരോ കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് നോക്കാമോ? ഇത് കണ്ടോ? ഈ ആരോ കണ്ടോ? ഇത് ഓക്കെ. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം പ്രസൻറ്റ് നൗ എന്ന് പറഞ്ഞിട്ട് വരും. ഇതേപോലെ മേളിൽ നിന്നൊരു പോപ്പപ്പ് വരും, കണ്ടില്ലേ? മേളിൽ നിന്ന് അവിടെ എൻ്റയർ സ്ക്രീൻ കൊടുക്കുക. ഓക്കെ. നിങ്ങളതിപ്പോ അതില് ഈസ് പ്രസന്റിംഗ് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. രാംമോഹൻ ഈസ് പ്രസന്റിംഗ്. ഞാനപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. ഇതില് എൻ്റെ സ്ക്രീൻ അല്ലേ കൊടുക്കണ്ട? എൻ്റയർ സ്ക്രീൻ കൊടുത്താൽ. ഓക്കെ. മെയിലിൽ അടുത്ത ടാബിൽ, പുതിയൊരു ടാബിൽ ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ എന്ന് ഫേസ്ബുക്ക് മെറ്റ ആഡ്സ് ലൈബ്രറി എന്ന് സെർച്ച് ചെയ്യാമോ? മെറ്റ ആഡ്സ് ലൈബ്രറി. എല്ലാവരും സ്ക്രീനിലൊന്ന് നോക്കണം കേട്ടോ. മെറ്റ ആഡ്സ് ലൈബ്രറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഇതല്ലേ? ക്ലിക്ക് ചെയ്തോ? ഓക്കെ, നമ്മളിപ്പോൾ ആർട്സ് ലൈബ്രറിയുടെ ഉള്ളിൽ കയറി. അപ്പോൾ ഈ ആർട്സ് ലൈബ്രറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1-2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് സെർച്ച് ആർട്സ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടല്ലോ. അതായത് ആർട്സ് നോക്കുക എന്നുള്ളതാണ്. അതിൽ അവിടെ കൺട്രി ചൂസ് ചെയ്യുക. ഇപ്പോൾ പാകിസ്ഥാൻ മാറ്റിയിട്ട് ഇന്ത്യ ആക്കുക എന്നുള്ളതാണ്. ഇന്ത്യ ഉണ്ട്. ഇന്ത്യ ആക്കുക. ആഡ് കാറ്റഗറി ഉണ്ട്. ഓൾ ആഡ്സ് കൊടുത്തു. എല്ലാ ആഡ്സും അതിൻ്റെ അകത്ത് കാണിക്കുക എന്നുള്ളതാണ്. ക്ലിക്ക് ചെയ്തോ? പിന്നെ ഇവിടെ നമ്മളുടെ ആഡ്സ്
കൊടുക്കുക എന്നുള്ള നമ്മളുടെ ആരുടെ കോമ്പറ്റീഷൻ ആണോ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് ആ കോമ്പറ്റീറ്ററിൻ്റെ ഫേസ്ബുക്ക് പേജ് ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഇതിലല്ലേ? ആ ഒരു സെർച്ചിൽ ഇപ്പോൾ വേറെ ഏതാണ് കോമ്പറ്റീഷൻ ആയിട്ടുള്ളത്? ഇപ്പോൾ ഹെയർ ഓയിലിൻ്റെ കേസ് ആണെങ്കിൽ അമൃതവേണി കൊടുക്കാം. അമൃതവേണി എന്ന് പറഞ്ഞിട്ട് അമൃതവേണി WW വേണ്ട, WW വേണ്ട, അത് വായിക്കോ. അമൃതവേണി ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ അവരുടെ അല്ല അവരുടെ ഫേസ്ബുക്ക് പേജ് ഞാൻ പറഞ്ഞുതരാം ഏതാണ്. അമൃത് വേണിയാണ്, AMRUT ഉള്ളൂ, TH ഇല്ല, AMRUT. യെസ് ഇത് വന്നു. അഡ്വർടൈസിങ് ക്ലിക്ക് ചെയ്താൽ അപ്പം ആ പേജിൽ ഏതൊക്കെ ക്യാമ്പയിൻസ് ഉണ്ടല്ലോ. അപ്പോൾ പതുക്കെ താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ പതുക്കെ താഴേക്ക് സ്ക്രോൾ ചെയ്തേ ആ ഫസ്റ്റ് ഇത് നോക്കണ്ട. അത് എനിക്ക് തോന്നുന്നു പുഷ്പ വിത്ത് അമൃതവേണി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു കൊളാബ് ചെയ്തേക്കുന്നതായിരിക്കും. ഒരു കൊളാബ് ചെയ്തിട്ട് ആഡ്സ് ചെയ്തേക്കാനും. ഇതല്ലേ അവർ കന്നഡയിൽ ആഡ് പോകുന്നുണ്ട്, ഇംഗ്ലീഷിൽ ആഡ് പോകുന്നുണ്ട്. അതൊക്കെ താഴേക്ക് എടുക്കും. ഇവരുടെ ക്യാമ്പയിൻസ് ഏതൊക്കെ ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഒരു വീഡിയോ ആഡ്സ് പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ആഡ് എന്താണ് അവിടെ പ്ലേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ആഡ് കാണാൻ പറ്റും എന്ത് ആഡാണ് പോകുന്നത്. പിന്നെ അതുണ്ട് ഷോപ്പ് നൗ എന്ന് പറഞ്ഞിട്ടാണ് താഴെ ആ വീഡിയോസിൻ്റെയൊക്കെ താഴെ ഉള്ളത്. അപ്പോൾ ഇവർ കൂടുതലും ഇവരുടെ ലാൻഡിംഗ് പേജിലേക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവന്ന് പർച്ചേസ് ചെയ്യിക്കുക എന്നുള്ള ഇൻറ്റൻറ്റിലാണ് ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഷോപ്പ് നൗയുടെ അതിന് നമ്മൾ CTA എന്നാണ് പറയുന്നത്, കോൾ ടു ആക്ഷൻ. ആ ബട്ടൺ അവിടെ എന്താണോ അതിനാണ് നമ്മൾ CTA എന്ന് പറയുന്നത്, കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ മൾട്ടിപ്പിൾ എന്താ പറയുക, ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ട്രസ്റ്റ് ബിൽഡിംഗ് ആണ് ഇവരുടെ ക്യാമ്പയിൻസിൻ്റെ അല്ലെങ്കിൽ ഒരു കൺവേർഷൻ്റെ ഒരു പ്രധാന സാധനം. എത്ര ഇൻഫ്ലുവൻസേഴ്സുമായിട്ടാണ് ഇവർ കൊളാബ് ചെയ്തതെന്ന് നോക്കിയാൽ നമുക്ക് ഇതേപോലെ ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് കൊളാബ് ചെയ്തിട്ട് ക്യാമ്പയിൻസ് ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, അതാണ് ഇവിടെ ഈ ആമി, സനു, മാളൂട്ടി. അപ്പോൾ ഇതേപോലുള്ള ആൾക്കാരുമായിട്ട് കൊളാബ് ചെയ്ത് ഇവർ ക്യാമ്പയിൻസ് റൺ ചെയ്തുകൊണ്ടിരിക്കുക. ഇൻഫ്ലുവൻസർ ക്യാമ്പയിൻസിൽ ഇവർക്ക് അത്യാവശ്യം റിസൾട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വേറൊരു ട്രിക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പബ്ലിഷ്ഡ് ഡേറ്റ് ഉണ്ട്. അതൊക്കെ താഴേക്ക് സ്ക്രോൾ ചെയ്തേ അതല്ലേ അവിടെ ഒരു സ്റ്റാർട്ടഡ് റണ്ണിങ് ഓൺ 16 ഒക്ടോബർ 2025 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മാസം 16-ാം തീയതിയാണ്. അപ്പം കുറേ പഴയ ആഡ്സ് ഉണ്ടോ നോക്കുക, ഒരു 2-3 മാസം പഴക്കമുള്ള ആഡ്സ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ 2-3 മാസം പഴക്കമുള്ള ആഡ്സ് ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് അവർ റൺ ചെയ്യുന്നത്. റിപ്പീറ്റ് ചെയ്യുന്നത്. അതെ, അത് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് അത്രയും പഴയ ആഡ്സ് ഇപ്പോഴും റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ആഡ്സ് വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ ക്യാമ്പയിൻസിൽ കോപ്പി ചെയ്യാനായിട്ട് നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പയിൻസിൽ അതേപോലുള്ള ആഡ്സുകൾ ക്രിയേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. 100% സക്സസ്ഫുൾ ആവില്ല, എന്നാലും നമുക്ക് ആ ഒരു ഒന്നുമില്ലാത്തിടത്തു നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള റിസർച്ചുകൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. അതാണോ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത്? അല്ല ഡ്യൂപ്ലിക്കേറ്റ് അതല്ല. പറഞ്ഞോളൂ ഹുസൈൻ. ഞാൻ ഇതിപ്പോ നമ്മള് 2-3 മാസം മുന്നേ റൺ ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ മനസ്സിലായത്. കാരണം അത് എൻഡഡ് ആയിട്ടുണ്ടോന്ന് അറിയാം. ഇത് ആഡ്സ് ലൈബ്രറി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇതെല്ലാം എന്താ കണ്ടില്ല, മേളിൽ ചെറുതായിട്ടുണ്ട് ആക്റ്റീവ് എന്ന് തന്നെ കാണിക്കുന്നത്. അങ്ങനെ മറ്റേത് ആക്റ്റീവ് അല്ലായിരിക്കും അല്ലേ? മറ്റേത് ചില ആക്റ്റീവ് അല്ലാത്തത് ഒന്നെങ്കിൽ ഇതിനകത്ത് കാണില്ല, അല്ലെങ്കിൽ ഏറ്റവും താഴെ എടുത്ത ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഒന്ന് മേളിലേക്ക് സ്ക്രോൾ ചെയ്തേ. ആക്റ്റീവായിട്ട് ചില ക്യാമ്പയിനുകളിൽ, അതായത് ചില ഇതിൽ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള ക്യാമ്പയിൻസും കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളതെല്ലാം ആക്റ്റീവായി കിടക്കുന്ന ക്യാമ്പയിൻസ്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത്രയും ആഡ് അവർ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് ഏതൊക്കെ പ്ലാറ്റ്ഫോം ആണെന്നുള്ളത് അവിടെ പ്ലാറ്റ്ഫോംസിൻ്റെ ചെറിയ ഐക്കൺസ് ഉണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്, മെസ്സഞ്ചർ ഉണ്ട്, ത്രെഡ്സ് ഉണ്ട്. അപ്പോൾ അത്രയും പ്ലാറ്റ്ഫോംസിൽ അവർ അത് റൺ ചെയ്യുന്നുണ്ട്.
ഓക്കെ. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഈ സാധനം മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോമ്പറ്റീറ്റേഴ്സിനെ നോക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ബേസിക്കലി ബ്രാൻഡ് നെയിം ആണ് അവിടെ കൊടുക്കുന്നത്, പ്രൊഡക്റ്റ് അല്ല അല്ലേ? ബ്രാൻഡ് നെയിമും അല്ല, പ്രൊഡക്റ്റും അല്ല, അവരുടെ ഫേസ്ബുക്കിലുള്ള പേരാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് അമൃതവേണി ഒന്ന് അമൃതവേണി ഫേസ്ബുക്ക് ഒന്ന് സെർച്ച് ചെയ്യാമോ? അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് പേജിൽ കയറാൻ നോക്കിയാലും മതി. കയറുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായി. യെസ്, പേജിൽ കയറി. ക്ലോസ് ചെയ്തേ. ഇവിടെ താഴെ എബൌട്ട് സെഷൻ ഉണ്ട്. എബൌട്ട് കണ്ടില്ലേ? എബൌട്ടിൽ പതുക്കെ താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോഗിൻ ചെയ്യാത്തതുകൊണ്ടാണ് ആ സെഷൻ കാണാത്തത്. ഇവിടെ നമുക്ക് എബൌട്ടിൽ പോയി കഴിഞ്ഞാൽ ആഡ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പേജ് ട്രാൻസ്പെറൻസി അതിൽ ക്ലിക്ക് ചെയ്താലും ഈ ആർട്സ് ലൈബ്രറിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പേജിൻ്റെ URLs ആണ്. ഇപ്പോൾ മെയിലിൽ കണ്ടില്ലേ, Facebook/അമൃതവേണി എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത് URL കണ്ടില്ലേ? അതോ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിൻ്റെ പേരോ വേണം നമ്മൾ സെർച്ച് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ മെറ്റയിൽ ഏതൊക്കെ ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫേസ്ബുക്ക് ആഡ്സ് ലൈബ്രറി യൂസ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ ഗൂഗിളിൽ നമുക്കൊരു ടൂളും കൂടിയുണ്ട്. സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഇപ്പോ ഇതിൽ കാണുന്ന ഈ ആഡ്സ് ക്യാമ്പയിൻസ് ഇല്ലേ, ഇത് കണ്ടതുകൊണ്ട് നമുക്ക് കാരണം ഇത് ഓൾറെഡി അവരുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ തന്നെയല്ല. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് ഉള്ളത്? ഈ വീഡിയോസും ഈ വ്ളോഗർമാരുടെ വീഡിയോസും ഒക്കെ ഓൾറെഡി അവർ ഫേസ്ബുക്കിൽ വരുന്നുണ്ട്. അപ്പോ അത് കണ്ടോണ്ട് നമുക്ക് എന്താണ് ബെനിഫിറ്റ്? അതായത് നമുക്ക് നമ്മളുടെ കോമ്പറ്റീറ്റർ ഇപ്പം നമ്മൾ ഒരു ഹെയർ ഓയിലാണ് ചെയ്യുന്നത്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് അറിഞ്ഞാൽ അതിൻ്റെ മേളിൽ നമുക്ക് എന്ത് വെക്കാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുക. ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ട്, എൻ്റെ കയ്യിൽ ഒരു ഹെയർ ഓയിലുണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിയാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ആർട്സ് ലൈബ്രറി നോക്കി, ഓക്കെ ഇവർ ഇത്ര ഇൻഫ്ലുവൻസിനെ കൊളാബ് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേര് കിട്ടി. അതല്ലാതെ ആ നിഷിലുള്ള ഇപ്പം കുട്ടികളുടെ നിഷിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ ഫൈൻഡ് ചെയ്ത് എനിക്ക് ക്യാമ്പയിൻ സ്ട്രാറ്റജികൾ അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. കാര്യം അത് സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് ഇത്രയും ഇൻഫ്ലുവൻസേഴ്സിനെ അവർ റൺ ചെയ്യുന്നത്. പക്ഷെ ഇതിൽ അവരെ ടാർഗറ്റിംഗ് അറിയാൻ പറ്റില്ല നമുക്ക്. ഇല്ല ടാർഗറ്റിംഗ് അറിയാൻ പറ്റില്ല. പക്ഷെ ഇത് നോക്കിയാൽ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കണ്ടന്റ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ കന്നഡ കണ്ടന്റ് ഉണ്ട്, അവർ കർണാടകയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. തമിഴ് കണ്ടന്റ് ഉണ്ട്, തമിഴ്നാട്ടിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ പുറത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന അത്രയും ഡീറ്റെയിൽസ് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഏത് ടോണിലാണ് അവരുടെ കണ്ടന്റുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമുക്കും നമ്മളുടെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കും ആ ടോൺ പിടിക്കാം. അല്ലെങ്കിൽ ടെസ്റ്റ് ക്യാമ്പയിൻസ് എന്നുള്ള ലെവലിലാണെങ്കിലും അത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നമ്മൾ ഈ അതിൽ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിൽ പോസ്റ്റ് ചെയ്യുന്നതും അവിടെ നിന്ന് ആ ഒരു സാധനം മാത്രമല്ല നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഈ ആർട്സ് ലൈബ്രറി അനലൈസ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു പോയിൻ്റൊക്കെ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് എന്ത് ചിന്തിക്കുന്നു അതിന് ഡിഫറെൻ്റ് ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ഒരു പോർഷൻ മാർക്കറ്റിന് പാരലായിട്ട് നമ്മൾ മസ്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ശ്രദ്ധിക്കപ്പെടും, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നമുക്ക് അറ്റ് ദി എൻഡ് നമുക്ക് സെയിൽ വരണമല്ലോ. ഓക്കെ. ഇനി ഫേസ്ബുക്കിൽ ഗൂഗിളിൽ ആരൊക്കെയാണ് നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ്, അല്ലെങ്കിൽ ഗൂഗിളിൽ ആരൊക്കെ എന്തൊക്കെ ക്യാമ്പയിൻസ് ചെയ്യുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ആഡ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ആഡ് ട്രാൻസ്പെറൻസി ഗൂഗിൾ ആഡ് ട്രാൻസ്പെറൻസി ഒന്ന് സെർച്ച് ചെയ്യാമോ? ഓക്കെ. ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് ലിങ്ക് ഇവിടെ നമ്മൾ ആ ഡൊമൈൻ ആണ് കൊടുക്കേണ്ടത്. ഗൂഗിളിൽ വർക്ക് ചെയ്യുന്നത് ഡൊമൈനും
മറ്റേതിൽ വർക്ക് ചെയ്യുന്നത് ഫേസ്ബുക്ക് പേജുമാണ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ അമൃതവേണിയെന്നോ അല്ലെങ്കിൽ അവരുടെ ഡൊമൈൻ എന്തായിരുന്നു, അമൃതവേണിന്ന് അവരുടെ ഡൊമൈൻ ഒന്ന് നോക്കാമോ? ഹെയർ ഓയിൽ കൊടുത്തു. ക്യാമറ ഓഫ് ചെയ്തോളൂ കേട്ടോ. അതിൽ ക്ലിക്ക് അതൊന്ന് കോപ്പി ചെയ്ത് ആ സാധനങ്ങൾ ഒഴിവാക്കിയോ. ആ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് താഴെ വെബ്സൈറ്റ് വന്നു, അത് ക്ലിക്ക് ചെയ്താലും മതി. താഴെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ ആ ഡൊമൈൻ വെച്ചിട്ട് എന്തൊക്കെ ക്യാമ്പയിൻസ് പോകുന്നുണ്ട് കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, അപ്പോൾ അതൊക്കെ താഴേക്ക് സ്ക്രോൾ ചെയ്തേ. ഇവിടെ യൂട്യൂബിൽ ആഡ്സ് പോകുന്നുണ്ട്, അതേ സെർച്ച് ആഡ്സ് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ താഴേക്ക് സെർച്ച് ആഡ്സ് എന്ന് പറയുന്നത് ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആ ലാൻഡിങ് പേജ് ആവുക എന്നുള്ളതാണ്. പിന്നെ സി ഓൾ ആഡ്സ് കൊടുത്താൽ ഇത്രയും ആഡ്സ് അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ബ്രാൻഡ് അംബാസിഡർ വെച്ചിട്ടുള്ള വീഡിയോ, അത്രയും സാധനങ്ങൾ ഇവിടെ പോകുന്നുണ്ട്. ഷോപ്പിംഗ് ആഡ്സ് ഉണ്ട്, പ്രൊഡക്റ്റ് വെച്ചിട്ട് ഡയറക്റ്റ് സെല്ല് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ടൂൾസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കോമ്പറ്റീറ്ററിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതിൻ്റെ മേളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്യാമ്പയിൻ പ്ലാനാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ മെറ്റ ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും തരുന്ന ടൂൾസ് എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഒരു ഹെയർ ഓയിൽ ഉണ്ട്, ഈ ഹാൻഡിൽ ചെയ്താലും ഗൂഗിളും മെറ്റയും തരുന്ന ടൂൾ ഒന്നാണ്, അമൃതവേണി ഹാൻഡിൽ ചെയ്താലും ടൂൾ ഒന്നാണ്. അപ്പോൾ നമ്മളുടെ സ്ട്രാറ്റജി എന്താണോ ഡിഫറെൻറ്റ്, അതനുസരിച്ചിട്ടിരിക്കും നമ്മളുടെ റിസൾട്ടുകൾ. അപ്പോൾ ആ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ സ്ട്രാറ്റജീസ് നമ്മൾ എക്യുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് കണ്ടന്റ് പ്ലാൻ സെറ്റ് ചെയ്യാം, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കണ്ടന്റ് അപ്രോച്ചുകൾ സെറ്റ് ചെയ്യാം, ആ കണ്ടന്റ് എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് ആലോചിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം വരുമ്പോഴത്തേക്കും മസ്റ്റായിട്ടും നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ നമ്മളുടെ ക്ലാസ്സിൻ്റെ ഇതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് വെച്ചിട്ട് വരിക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ള അക്കൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ പാസ്വേഡൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. ഇപ്പോൾ പാസ്വേഡൊക്കെ റീസെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു പക്കയാക്കിയിട്ട് ആക്സസബിൾ ആകുന്ന രീതിയിൽ കൊണ്ടുപോയോ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല, ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ട് പാടായിരിക്കും. നമ്മൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ചലഞ്ചായിരിക്കും. ഓക്കെ, വേറെ പോയിന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമ്മളുടെ റെക്കോർഡിങ്സ് മെയിലിലായിരിക്കും കേട്ടോ നിങ്ങൾക്ക് വരിക. അപ്പോൾ എല്ലാവരും ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും അവരുടെ മെയിൽ IDs ഇട്ടിട്ട് റെക്കോർഡിങ്സ് അതായത് ദിവസത്തെ ഷെയർ ചെയ്യുന്നതായിരിക്കും. മെയിലിൽ യൂട്യൂബിൽ നിന്നായിരിക്കും മെയിൽ വരുന്നത്. അപ്ഗ്രോ അക്കാദമിയുടെ യൂട്യൂബിൽ ആയിരിക്കും മെയിൽ. അത് അതാത് ദിവസം നിങ്ങൾ സേവ് ചെയ്ത് ഒരു ഫോൾഡറാക്കി വെക്കുക, അല്ലെങ്കിൽ
ലേബൽ ചെയ്തിടുക എന്നുള്ളതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ. Okay.